ഗതാഗത പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, വളരെ അപകടകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ ടോൾ പിരിക്കാൻ അനുമതി കൊടുക്കുന്നത്. ഹൈക്കോടതിയും സുപ്രീംകോടതിയും തന്നെ നിർദ്ദേശിച്ച എന്ത് മാറ്റമാണ് ഈ റോഡിൽ വരുത്തുന്നത് അത് ബോധ്യമാണ്. ഇത് കാരണം റോഡ് ഗതാഗതത്തിന്റെ പ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിച്ചിട്ടില്ല. ഇപ്പോഴും നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റോഡിന്റെ പണി പൂർത്തിയാകാതെ ടോൾ എടുക്കാൻ പാടില്ല എന്ന സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമായി വരും ഹൈക്കോടതി ടോൾ പിരിക്കാൻ പറഞ്ഞതെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. സുപ്രീം കോടതിയിലേക്ക് വീണ്ടും ഈ കാര്യം പോകേണ്ടി വരും. കാരണം ഇപ്പോഴും അതിന്റെ പണി പൂർത്തിയായി എന്ന് പറയാറായിട്ടില്ല. മാത്രവുമല്ല, ആ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച പണത്തിന്റെ പല മടങ്ങ് പണം അവർ ഇതിനകം പിരിച്ചു കഴിഞ്ഞു. നിർമ്മിക്കാൻ വേണ്ടി ചെലവാക്കിയെന്ന് അവർ പറയുന്ന പണത്തിന്റെ ഇരട്ടിയും അതിലധികവും ഇപ്പോൾ പിരിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനിയും അടിയന്തരമായി എന്തിനാണ് ടോൾ ഏർപ്പെടുത്തണം, ടോൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നത്? അതിനൊരു സാമ്പത്തിക ന്യായീകരണമില്ല, ഒരു നീതിയുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പാലേക്കരയിൽ ഇനി ടോൾ പിരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് നമ്മുടെ നിലപാട്. കാരണം മുമ്പ് പിരിച്ചു തന്നെ തെറ്റാണ്. ഇപ്പൊ തന്നെ ഒരുപാട് കാലത്തേക്കുള്ള ടോൾ അവർ പിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതാണ് പ്രശ്നം. ഓക്കെ, യെസ്, എന്തായാലും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് കരുതുന്നു എന്നാണ് CR നീലകണ്ഠന്റെ പ്രതികരണം. ഇപ്പോൾ